ASLPSC Achievers Meet 2022 ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ അടുത്തൊരു ടോപ്പർ ഉണ്ട്. ഇതൊരു പേര് സൽമത്ത എന്നാണ് അല്ലെ? ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു മൊമെന്റിൽ എത്രത്തോളം സന്തോഷമുണ്ട്? നന്നായിട്ട് സന്തോഷമുണ്ട്. കുറെ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ എയ്സിനെ കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചത് ഞാൻ ഡെയിലി വേജ് ആയിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു മാഷിലൂടെയാണ്. മാഷാണ് നല്ലൊരു കോച്ചിങ് സെന്ററാണ്, ടീച്ചർ അങ്ങോട്ട് തന്നെ പോകണമെന്ന് എന്നെ പ്രൊമോട്ട് ചെയ്തത്. അത് പ്രകാരം ഞാൻ എടപ്പാൾ എയ്സിൽ ജോയിൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് തന്നെ മാത്സ് സയൻസ് വിഷയങ്ങളെ പേടിച്ച് ഹ്യൂമാനിറ്റീസ് എടുത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എങ്ങനെ എനിക്ക് സർക്കാർ ഉദ്യോഗം കിട്ടും, എങ്ങനെ ഞാൻ അതിൽ എത്തിപ്പെടും എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. പക്ഷെ എയ്സിലെ പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസ്സുകൾ തന്നെ എന്നെ അതിലേക്ക് എത്തിച്ചു. പ്രത്യേകിച്ച് മാത്സ് ബിഗ് സീറോയിൽ നിന്ന് 20, 18, 19 മാർക്ക് വരെ എത്തിക്കാൻ എന്നെ സഹായിച്ചത് എയ്സിലെ അധ്യാപകരുടെ ക്ലാസ് തന്നെയാണ്. സൽമത്ത പറയുമ്പോൾ എയ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പേടിക്കപ്പെടുന്ന വിഷയം അല്ലെങ്കിൽ എനിക്ക് ആ വിഷയം പേടിയാണെന്ന് പറഞ്ഞിട്ട് വിഷയം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. എയ്സിലത്തെ പഠന രീതികൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഫോളോ ചെയ്തത് എയ്സിലെ പഠന രീതി തന്നെയാണ്. ക്ലാസ് ടെസ്റ്റ്, വർക്ക്ഷീറ്റ്, പ്രാക്ടീസ് ടെസ്റ്റ്, പിന്നെ ലൈബ്രറി എല്ലാം ഞാൻ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. അത് പ്രകാരം തന്നെയാണ് എനിക്ക് 36 റാങ്കിൽ എത്തിപ്പെടാൻ എന്നെ സഹായിച്ചത്. താങ്ക് യു സോ മച്ച് സൽമത്ത. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണം. എന്തായാലും എയ്സിനെ കുറിച്ചിട്ട് ഇത്രയും നല്ലൊരു മൊമെന്റ് നമ്മളോട് ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു.